സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ പ്രതിപക്ഷമായ UDFനും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് MA ബേബി പറഞ്ഞു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കുത്തക മുതലാളിമാരെ സഹായിക്കുകയും സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന സാമ്പത്തിക പരിപാടികളിൽ ഇരുമുന്നണികളും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ പ്രതിപക്ഷമായ UDFനും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നും MA ബേബി പറഞ്ഞു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിയമമാണെന്നും കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. നമ്മൾ ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇടതുപക്ഷക്കാര് പിന്നെ ജനാധിപത്യ പാർട്ടികൾ എല്ലാം ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ BJP നയിക്കുന്ന NDAയിൽ നിന്നും കോൺഗ്രസ് നയിക്കുന്ന UDFൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ, ഇടത്തരം ജീവനക്കാർ, ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് നമ്മൾ. എന്നാൽ ചൂഷകവർഗത്തിന്റെ മുമ്പിൽ പണിയെടുക്കുന്നവരെ അടിമകളെപ്പോലെ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ചൂഷണത്തിന് എറിഞ്ഞുകൊടുക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ ഇപ്പോ ലേബർ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഏപ്രിൽ 1 കഴിഞ്ഞാൽ ലേബർ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കാനാണ് BJP ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്, നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ലേബർ കോഡ് നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും പറയാമോ? നമ്മളുടെ ചർച്ചയാണ് ഈ യോഗം എന്ന് പറയുന്നത്. എന്താ നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രം ലേബർ കോഡ് നടപ്പാക്കാൻ പറ്റാത്തത്? ഭരണഘടനയിൽ വിവിധ കാര്യങ്ങൾ അത് സംബന്ധിച്ച അധികാരം, നിയമനിർമ്മാണത്തിനുള്ള അധികാരവും നിയമം നടപ്പാക്കാനുള്ള അധികാരവും ഡൽഹിയിൽ ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന് യൂണിയൻ ലിസ്റ്റുണ്ട്, സംസ്ഥാന ലിസ്റ്റുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമം നിർമ്മിക്കാനും നടപ്പാക്കാനും കഴിയുന്ന കൺകറന്റ് ലിസ്റ്റുമുണ്ട്, സമവർത്തി പട്ടികയുമുണ്ട്. ലേബർ, തൊഴിൽ വകുപ്പ്, ഈ രണ്ട് അഖിലേന്ത്യാ സർക്കാരിനും അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ്, ചിലർ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയും, എന്നാലും യൂണിയൻ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ, അതിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനം കൂടി നോട്ടിഫൈ ചെയ്യണം ഈ ലേബർ കോഡ് നടപ്പാവണമെന്ന്. കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.